എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വൈദ്യുതിയുടെ കാന്തിക ഫലം മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോട്ടോർ പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു അല്ലേ? അതുപോലെ തന്നെ മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് അത് എങ്ങനെയാണ് ചലിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലുള്ളതാണ്? മോട്ടോർ പ്രിൻസിപ്പിളിൽ അല്ലെങ്കിൽ എന്താണ്, മോട്ടോർ തത്വത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. എന്താണ്? എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റ് എ ടെൻഡൻസി ടു ഡിഫ്ലക്ട്. ദിസ് ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന ചാലകത്തിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകം വിഭ്രംശിക്കാനുള്ള പ്രവണത ഉണ്ടാക്കും. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ എന്താണ്, ഒരു കണ്ടക്ടർ ഇരിക്കുകയാണ്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെന്താണ്, ഫോഴ്സ് ഉണ്ടാവും, അതായത് അത് ചലിക്കും. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതായത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയും. നമ്മുടെ ലൗഡ് സ്പീക്കർ ഒക്കെ ഇല്ലേ, നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കർ ആണെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ലൗഡ് സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. അപ്പൊ ചോദിക്കാം കേട്ടോ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ മനസ്സിലാക്കോട്ടോ. ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എന്നിട്ട് അത് സ്റ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഒരു ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ നോക്കിയേ, ലൗഡ് സ്പീക്കറിന് നോക്കി ചിത്രം കാണാമല്ലോ, നിങ്ങൾക്ക് അറിയാം ഇല്ലേ? ഇത് നിങ്ങൾക്ക് വീഡിയോകളിലൊക്കെ ഉണ്ടെങ്കിൽ പഴയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ 3 ഭാഗങ്ങളാണ്. ഞാൻ നോക്കി എന്തൊക്കെ ഉണ്ടാവും, നമ്മൾ പഠിച്ച മോട്ടോർ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ടാവും ഇല്ലേ? പിന്നെ എന്താണ്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ഈ ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫീൽഡ് മാഗ്നറ്റ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ എന്താണ്, ഒരു വോയിസ് കോയിൽ ഇവിടെ ഉണ്ട്, വോയിസ് കോയിൽ. പിന്നെ എന്താണ്, ഒരു ഡയഫ്രം, ഇവിടെ ഒരു പേപ്പർ ഡയഫ്രം. ഇത് 3 എണ്ണമാണ് ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ. ചോദിക്കാം കേട്ടോ, ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, പേപ്പർ ഡയഗ്രം. ക്ലിയർ ആയല്ലോ? അവിടെ നോക്കിയാൽ സ്കീമാറ്റിക് ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് വോയിസ് കോയിൽ. ഏതാന്ന് നോക്കി, ഇത് കണ്ടില്ലേ, ഇത് കാണാമല്ലോ, ഇതാണ് ഇവിടുത്തെ വോയിസ് കോയിൽ. ഈ കൊടുത്തിരിക്കുന്നതാണ് ഇവിടുത്തെ വോയിസ് കോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിലുള്ളതാ ഈ ഭാഗം കേട്ടോ, ഇതാണ് ഇവിടുത്തെ വോയിസ് കോയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബി ആണ് പേപ്പർ ഡയഗ്രം. കണ്ടില്ലേ, ഇത് ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് പേപ്പർ ഡയഗ്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതാ നോക്കിയാൽ ഫീൽഡ് മാഗ്നറ്റ് ഇരിക്കുന്നുണ്ട്, ഇത് ഉണ്ടോ, ഇതാണ് ഫീൽഡ് മാഗ്നറ്റ്. 2 സൈഡിലും ഉണ്ട് ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. പിന്നെ എന്താണ്, കണക്റ്റിംഗ് വയേഴ്സുകൾ ഉണ്ടല്ലേ, ഇവിടുന്ന് ഈ കോയിലിലേക്ക് ഒരു കണക്റ്റിംഗ് വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. വോയിസ് കോയിൽ ഉണ്ടല്ലേ, കണക്റ്റിംഗ് വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, ഒരു സോഫ്റ്റ് ആൻഡ് ഷീൽഡിങ് ഇവിടെയുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇല്ല, സോഫ്റ്റ് ആൻഡ് ഒരു പുറം ഭാഗത്തായിട്ട് സോഫ്റ്റ് ആൻഡ് ഒരു ഷീൽഡിങ്ങും ഇവിടെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വോയിസ് കോയിലും പേപ്പർ ഡയഗ്രാം, അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റ്. ഇത് 3 എണ്ണമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? പറയുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകുക കേട്ടോ. ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പേപ്പർ ഡയഗ്രാം, വോയിസ് കോയിലും അതുപോലെ തന്നെ ഫീൽഡ് മാഗ്നറ്റും. ഈ വോയിസ് കോയിൽ എവിടെ ഇരിക്കുന്നത് നോക്കിയതാ, ഇവിടെ ഏത് ഭാഗത്തായിരിക്കുന്നത്? നമുക്കറിയാം മാഗ്നറ്റ് ഇവിടെ ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത്. ശരിയല്ലേ? കാന്തിക മണ്ഡലത്തിൽ ഇതാ നോക്കുക, വോയിസ് കോയിൽ ഇതാണ്. വോയിസ് കോയിൽ എവിടെയാണ് തരാം? കാന്തിക മണ്ഡലം ഇവിടെ ഇരിപ്പുണ്ട് ഇല്ലേ, മാഗ്നറ്റ് ഇരിപ്പുണ്ട്. കാന്തിക മണ്ഡലത്തിലാണ്. മാഗ്നറ്റിന്റെ ഇടയിൽ എന്ന് പറയുമ്പോൾ എന്താണ്, കാന്തിക മണ്ഡലമാണ്. ആ കാന്തിക മണ്ഡലത്തിലാണ് എന്തിരിക്കുന്നത്? വോയിസ് കോയിൽ ഇരിക്കുന്നത്. ഇനി ഈ വോയിസ് കോയിലേക്കാണ് നമ്മുടെ ഓഡിയോ സിഗ്നൽസ് അല്ലെങ്കിൽ എന്താണ്, വൈദ്യുതി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ വരുന്നത്. മനസ്സിലാണല്ലോ? അപ്പൊ അത് എങ്ങനെയാണോ വരുന്നത്? നമുക്കറിയാം, നമ്മൾ മൈക്ക് ഉപയോഗിച്ചില്ലേ, മൈക്കിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. മൈക്കാന്ന് വിചാരിച്ചു, മൈക്കിലൂടെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇല്ലേ, വയറുണ്ടല്ലോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പോകും. ഇലക്ട്രിക്കൽ സിഗ്നൽസ് എങ്ങോട്ടാണ് പോകുന്നത്? ഒരു ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ആംപ്ലിഫയർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സിഗ്നൽസ് ഇങ്ങനത്തെ സിഗ്നൽസ് ആയിരിക്കും. ഇത് ഒരു ആംപ്ലിഫയറിൽ കൂടി ഈ സിഗ്നലിനെ കയറ്റി വിടുക. ഇതൊരു ആംപ്ലിഫയർ ആണ് കേട്ടോ. ആംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ആക്കുക എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ. അപ്പൊ ഈ സിഗ്നൽസ്, ഈ ചെറിയ സിഗ്നൽസ് ഈ ആംപ്ലിഫയറിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട് കണ്ടല്ലേ, വലിയ സ്ട്രെങ്തൻ കേട്ടോ, സ്ട്രോങ് സിഗ്നൽസ് ആയിട്ട് മാറുവാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്താ, ആംപ്ലിഫയർ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ചാൽ സ്ട്രെങ്തൻ ആക്കുക അല്ലെങ്കിൽ സ്ട്രോങ് ആക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ചെറിയ സൗണ്ട് ആണ്, അതെങ്ങോട്ട് വരും? അതൊരു ആംപ്ലിഫയറിൽ കൂടെ കടന്നു പോയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള സിഗ്നൽ ആക്കി മാറ്റും.
ഈ സിഗ്നലുകളാണ് പിന്നെ എങ്ങോട്ട് ചെല്ലുന്നത്, ഈ വോയിസ് കോയിലിലേക്ക് ചെല്ലുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അതാ ഇവിടെ വോയിസ് കോയിൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇലക്ട്രിക്കൽ സിഗ്നൽസ് കണ്ടില്ലേ, ഇവിടുത്തെ കണ്ടില്ലേ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ടല്ലോ. അപ്പം ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന വലിയ സിഗ്നൽസ് കണ്ടോ, ഇങ്ങനെയുള്ള വലിയ സിഗ്നൽസ് ഇതുവഴി എങ്ങോട്ട് ചെല്ലുന്നുണ്ട്, വോയിസ് കോയിലിലേക്ക് ചെല്ലുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ഈ വോയിസ് കോയിൽ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡയഫ്രോം ആയിട്ടല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ല, വോയിസ് കോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡയഫ്രോം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഇതിന്. അപ്പം ഈ വോയിസ് കോയിലേക്ക് ഈ സിഗ്നൽസ് ഇല്ലേ, സ്ട്രോങ് സിഗ്നൽസ് ചെയ്യുക. അപ്പം എന്ത് സംഭവിക്കും? ഈ വോയിസ് കോയിൽ ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടാ പറഞ്ഞത്? നമ്മുടെ സ്ട്രോങ്, നമ്മുടെ ചെറിയ സിഗ്നൽസ് അല്ല, ചെറിയ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ആംപ്ലിഫയറിൽ കൂടെ ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയ സിഗ്നൽസ് ആണ്. അപ്പോൾ വലിയ സിഗ്നൽസ് സ്ട്രോങ് സിഗ്നൽസ് ആണ്. അതെന്ത് ചെയ്യും? ഈ വോയിസ് കോയിലേക്ക് വരും. ഈ വോയിസ് കോയിൽ ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഡയഫ്രം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഡയഫ്രം അല്ലേ? ഡയഫ്രം ആണിത്. ഡയഫ്രോം ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ല. അപ്പൊ എന്ത് സംഭവിക്കും? വോയിസ് കോയിലൂടെ ഈ സിഗ്നൽസ് വരുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് ഈ ഡയഫ്രോത്തിന് എന്ത് സംഭവിക്കും? ഡയഫ്രോം ഇവിടെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് അവിടെ എനർജി അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് വർക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? മൈക്രോഫോൺ. ഞാൻ പറഞ്ഞില്ല, മൈക്രോഫോണിൽ നിന്ന് വരുന്ന സിഗ്നൽസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. അതിനല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽസ് എന്ന് പറയാം. അതിനെ ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് സ്ട്രെങ്തൻ ആക്കുന്നു. കണ്ടല്ലോ, ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് സ്ട്രെങ്തൻ ആക്കുന്നു. ദെൻ ഈ ഓഡിയോ സിഗ്നൽസിനെ കാന്തിക മണ്ഡലത്തിൽ എന്താ ഉള്ളത്? വോയിസ് കോയിലുണ്ട്. വോയിസ് കോയിലൂടെ കടത്തിവിടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ വോയിസ് കോയിലേക്ക് എന്ത് വരുന്നുണ്ട്? അവിടെ ഫോഴ്സ് വരുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് അവിടെ വരുന്നുണ്ട്. ആ ഫോഴ്സ് മൂലം ഇത് വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. അപ്പൊ ആ കമ്പനം എങ്ങോട്ട് വരുന്നുണ്ട്? ഈ ഡയഫ്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശബ്ദം അവിടെ പുനഃസൃഷ്ടിക്കപ്പെടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഈ രീതിയിലാണ് ലൗഡ് സ്പീക്കറിലൂടെ നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത്. വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ എന്താണ്? ആദ്യമേ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്. ഈ മൈക്രോഫോണിലൂടെ പോകുന്ന എന്താണ്? ഇലക്ട്രിക്കൽ എനർജി അല്ലേ? ഇലക്ട്രിക്കൽ എനർജിനെ എന്ത് എനർജി ആയിട്ട് മാറ്റുവാണ്? നമ്മൾ കേൾക്കുന്ന എന്ത് എനർജിയാണ്? സൗണ്ട് എനർജിയാണ് അല്ലേ? ഇലക്ട്രിക്കൽ എനർജിനെ ശബ്ദോർജ്ജമാക്കി മാറ്റുവാണ് ചെയ്യുന്നത് ആര്? ലൗഡ് സ്പീക്കർ. കേട്ടോ, അതൊക്കെ ഓർത്താണ് കേട്ടോ. ലൗഡ് സ്പീക്കറിലെ എനർജി ഊർജ്ജം കൈമാറ്റം എന്നൊന്നും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ടെന്നാണ്. ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റുവാണ് ചെയ്യുന്നത്? സൗണ്ട് എനർജിക്ക് മാറ്റുവാണ് ചെയ്യുന്നത്. ഓക്കെ ആയോ? എളുപ്പമല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ മൈക്രോഫോണിൽ കൂടെ എന്താണ് ചെറിയ സിഗ്നൽസ് വരുന്നു, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആ സ്ട്രോങ് സിഗ്നൽസ് മാഗ്നറ്റിക് ഫീൽഡിലുള്ള വോയിസ് കോയിലേക്ക് വരുന്നുണ്ട്. വോയിസ് കോയിലേക്ക് അപ്പോൾ ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് മുന്നേ അത് കമ്പനം ചെയ്യും. ദെൻ എന്ത് സംഭവിക്കും? ആ കമ്പനം ഡയഫ്രത്തിലേക്ക് വരും. ശബ്ദം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദിസ് ഡിവൈസ്? ഏതൊക്കെയാണ് ഈ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? വോയിസ് കോയിൽ കേട്ടോ, പഠിച്ചോണം. ഇത് 3 എണ്ണമാണ് കേട്ടോ. വോയിസ് കോയിൽ, പിന്നെ ഡയഫ്രം അല്ലേ? ഡയഫ്രം അല്ലെങ്കിൽ പേപ്പർ ഡയഫ്രം, പിന്നെ ഏതാണ്? ഫീൽഡ് മാഗ്നറ്റ് അല്ലേ? ഫീൽഡ് മാഗ്നറ്റ്. അപ്പൊ ഇത് 3 എണ്ണമാണ് ഒരു ലൗഡ് സ്പീക്കറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. പഠിച്ചല്ലോ. വേർ ഈസ് എ വോയിസ് കോയിൽ സിറ്റുവേറ്റഡ്? വോയിസ് കോയിൽ എവിടെയായിരിക്കുന്നതാന്ന് നോക്കിയതല്ലേ? വോയിസ് കോയിൽ എവിടെയായിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ. എവിടെയാണ്? ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാമല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ കാന്തിക മണ്ഡലം അല്ലേ? കാന്തിക മണ്ഡലത്തിലാണ് വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ സിറ്റുവേറ്റഡ് എന്താന്ന് പറയാൻ കേട്ടോ. സിറ്റുവേറ്റഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. Then from where do the audio signals അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽസ് reach the voice coil? എവിടെ നിന്നാണ് വോയിസ് കോയിലേക്ക് ഓഡിയോ സിഗ്നലുകൾ വരുന്നത്? എവിടെ നിന്നാണ് വോയിസ് കോയിലേക്ക് വരുന്നത്? വയർസ് വഴി ഉണ്ട്. വയർസ് വഴി എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ എന്തുണ്ട്? ആംപ്ലിഫയർ ഉണ്ടല്ലേ? ആംപ്ലിഫയറിൽ നിന്നാണ് വലിയ സിഗ്നൽസ് വരുന്നത്. ഇവിടെ ചെറിയ സിഗ്നൽസ് ആണ്. വലിയ സിഗ്നൽസ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്രം ആംപ്ലിഫയർ. ആംപ്ലിഫയർ ഓർത്തോണം കേട്ടോ. ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ എന്താണ്? വീക്ക് സിഗ്നൽസിനെ സ്ട്രെങ്തൻ ആക്കാൻ ഉപയോഗിക്കുന്നതാണ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ടു വിച്ച് പാർട്ട് ഈസ് ദ ഡയഫ്രം കണക്റ്റഡ്? ഡയഫ്രം ഉണ്ടല്ലോ, പേപ്പർ ഡയഫ്രം ഏത് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇത് കണ്ടില്ലേ? ഏത് പാർട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? വോയിസ് കോയിലുമായിട്ട് അല്ലേ? ഡയഫ്രം വോയിസ് കോയിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് വെൻ ഓഡിയോ സിഗ്നൽസ് പാസ് ത്രൂ ദ വോയിസ് കോയിൽ? അല്ലെ, വോയിസ് കോയിലൂടെ ഓഡിയോ സിഗ്നലുകൾ കടക്കുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കും? വോയിസ് കോയിലൂടെ ഓഡിയോ സിഗ്നൽസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വൈബ്രേറ്റ് ചെയ്യും അല്ലേ? വിൽ വൈബ്രേറ്റ് അല്ലേ? വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ഇനി
വാട്ട് ഹാപ്പൻസ് ടു ഡയഫ്രം? അപ്പോൾ ഡയഫ്രത്തിന് എന്ത് സംഭവിക്കും? ഇവിടെ വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫോഴ്സ് ആണ് കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്, ആ ഫോഴ്സ് മൂലം അവിടെ വൈബ്രേറ്റ് ചെയ്യും. ഇനി വാട്ട് ഹാപ്പൻസ് ടു ഡയഫ്രം? ഡയഫ്രം ഓൾസോ വൈബ്രേറ്റ് എന്ന് പറയാം അല്ലേ? ഡയഫ്രം കമ്പനം ചെയ്യുന്നു. ഡയഫ്രം ഓൾസോ വൈബ്രേറ്റ്സ്. ഡയഫ്രം എങ്ങനെയാണ്? വൈബ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. വാട്ട് ഇസ് എനർജി കൺവേർഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഡിവൈസ്? ഈ ഡിവൈസിൽ എനർജി കൺവേർഷൻ ഏതാണ്? ഇലക്ട്രിക് എനർജിനെ എന്താക്കി മാറ്റുന്നുണ്ട്? സൗണ്ട് എനർജി ആക്കി മാറ്റുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇതെല്ലാം മെയിൻ പോയിന്റ്സ് ഉള്ളതായിട്ട് ഈ ആൻസേഴ്സുകളൊക്കെ ഈ എന്താണ് ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. എളുപ്പമല്ലേ? ഈസിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അത് എലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മെയിൻ പാർട്സുകൾ പേപ്പർ ഡയഫ്രം, വോയിസ് കോയിൽ, ഫീൽഡ് കാന്തം. പിന്നെ എന്താണ് വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്ന കാന്തിക മണ്ഡലത്തിലാണ്. വോയിസ് കോയിലേക്ക് ഓഡിയോ സിഗ്നൽ എത്തുന്നത് ആംപ്ലിഫയറിൽ നിന്നാണ്. പേപ്പർ ഡയഫ്രം ഘടിപ്പിച്ചിരിക്കുന്നത് വോയിസ് കോയിലാണ്. വോയിസ് കോയിലൂടെ ഓഡിയോ സിഗ്നലുകൾ പ്രവഹിക്കുമ്പോൾ അത് കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഡയഫ്രം കമ്പനം ചെയ്യുന്നുണ്ട്. അപ്പം വൈദ്യോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇത്തരം പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി കേട്ടോ. വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ എന്ന് ചോദിച്ചാൽ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിന് വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. അത് നോക്കിയേ, ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ ചോദിച്ചാൽ നിങ്ങൾ എഴുതുക കേട്ടോ. ഇങ്ങനെ ദ ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നൽസ് എന്താണ്? ഓഡിയോ സിഗ്നൽസ് ആണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? റിസീവ്ഡ് ഫ്രം മൈക്രോഫോൺ ആർ ആംപ്ലിഫൈഡ് യൂസിങ് ആൻ ആംപ്ലിഫയർ. ദീസ് ഓഡിയോ സിഗ്നൽസ് ആർ ദെൻ പാസ്ഡ് ത്രൂ എ വോയിസ് കോയിൽ. കണ്ടല്ലോ, ഒന്നാമത്തെ പോയിന്റ് ആണ് ഇത്. രണ്ടാമത്തെ പോയിന്റ് which is placed in a magnetic field. The coil experiences a force and vibrates because the coil carrying the electric current is placed in a magnetic field. അടുത്ത പോയിന്റ് കേട്ടോ. This vibration causes a diaphragm to vibrate, thus reproducing the sound. മൈക്രോഫോണിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുത സിഗ്നലുകളെ കേട്ടോ, ഓഡിയോ സിഗ്നൽസ് ആണ്, അതിനെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്നു. ഈ ഓഡിയോ സിഗ്നലുകളെ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിലൂടെ കടത്തിവിടുന്നു. വൈദ്യുതി കടന്നു പോകുന്ന കോയിൽ കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് ബലം അനുഭവപ്പെടുകയും കറണ്ടിനനുസരിച്ച് കോയിൽ കമ്പനം ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഡയഫ്രത്തെ കമ്പനം ചെയ്യിക്കുന്നു. അങ്ങനെ ശബ്ദം പുനഃസൃഷ്ടിക്കപ്പെടുന്നു. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വർക്കിംഗ് ഓഫ് ലൗഡ് സ്പീക്കർ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ പഠിക്കണം കേട്ടോ. ഇലക്ട്രിക് എനർജീനെ എന്തായിട്ട് മാറ്റുന്നുണ്ട്? സൗണ്ട് എനർജി ആക്കി മാറ്റുന്നുണ്ട്. പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. മുന്നോട്ട് വരുമ്പോൾ അതാണ് നമുക്ക് മൈക്രോഫോണിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പം കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നല്ലോണം തറവാക്കി തന്നെ പോവുക കേട്ടോ. ഓക്കെ ആണല്ലോ? എളുപ്പമല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ. അപ്പം അത് പഠിക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പം മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഡിവൈസ് ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പം മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു, ഇലക്ട്രിക് മോട്ടർ കണ്ടു, പിന്നെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ കണ്ടു, പിന്നെ നമ്മുടെ ഫാനൊക്കെ ഉണ്ടല്ലോ. ഫാനിലൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫാന് മിക്സിയിലൊക്കെ എന്ത് തന്നെയാണ്? ഇത് തന്നെ, മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുവാണ്. മോട്ടോർ പ്രിൻസിപ്പിളിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലോ? ഇനി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നോക്കിയേക്കാം. വാട്ട് ഈസ് ദ എനർജി കൺവേർഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ? നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇതാണ് ഇലക്ട്രിക്കൽ എനർജി അല്ലേ? വൈദ്യുതോർജ്ജം കേട്ടോ. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? സൗണ്ട് എനർജി ഇല്ലേ? സൗണ്ട് എനർജി, അതായത് വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? ശബ്ദോർജ്ജമായിട്ട് മാറുന്നുണ്ട്. നെയിം 2 ഡിവൈസസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ മോട്ടർ. മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന 2 ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രിക് മോട്ടർ ഒന്ന് നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് മോട്ടറിൻ്റെ ഇതിൽ വരുന്നതാണ് ഫാൻ, മിക്സിയൊക്കെ ആ ഒരു കാറ്റഗറി വരുന്നതാണ് കേട്ടോ. പിന്നെ ഏതാണ്? മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് മോട്ടറിൻ്റെ വർക്കിംഗ് പോലെയാണോ? അല്ലല്ലോ, റൊട്ടേഷൻ അല്ലല്ലോ അവിടെ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇലക്ട്രിക് മോട്ടോറിൻ്റെ കാറ്റഗറി വരുന്നതാണ് ഫാന്, മിക്സി, അതെല്ലാം റൊട്ടേഷനാണ് നടക്കുന്നത്. പക്ഷേ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിലൂടെ റൊട്ടേഷനല്ല നടക്കുന്നത്. പക്ഷെ അത് ഏതിൽ വർക്ക് ചെയ്യുന്നതാണ്? നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ ആയല്ലോ? മോട്ടോർ പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മുടെ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മനസ്സിലായല്ലോ? വളരെ ചെറിയൊരു സെക്ഷനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുതാണെന്ന് വെച്ച് നിങ്ങൾ വിട്ടുകളയല്ല, ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം അതേവിടെ തന്നെ പഠിക്കുക കേട്ടോ.
അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മോട്ടോ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് മോട്ടോ പ്രിൻസിപ്പിൾ പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് വരും. കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ രീതിയിലൊക്കെ കേട്ടോ. അപ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതല്ലെങ്കിൽ ചലിക്കുന്നത് എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ മോട്ടോ പ്രിൻസിപ്പിളാണ്. മോട്ടോ പ്രിൻസിപ്പിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? നമ്മുടെ ഏത് റൂളാണ്? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് കേട്ടോ. അതും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തോണം. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. കൃത്യമായിട്ട് അതും മനസ്സിലാക്കിയെന്നോണം. കാരണം ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രമല്ല, റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട് കേട്ടോ. റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. മോട്ടോ പ്രിൻസിപ്പിളിൽ വരുന്ന ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനു വേണ്ടിയാണ്? ഡയറക്ഷൻ ഓഫ് മോഷൻ കേട്ടോ. അത് പ്രത്യേകം ഓർത്താണ്. ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അത് എങ്ങോട്ടാണ് ചലിക്കുന്നത്, അതിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു റൂളുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ വേറൊരു റൂളും കൂടെ പഠിച്ചില്ലേ? ഏതാണ്? തമ്പ് റൂൾ പഠിച്ചു ഇല്ലേ? തമ്പ് റൂൾ പഠിച്ചായിരുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു കണ്ടക്ടറുടെ കറണ്ട് ഫ്ലോ, എന്തായാലും കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമുള്ളല്ലോ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ടക്ടറുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, അത് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഏത് റൂൾ ഉപയോഗിച്ചിട്ടാണ്? നമ്മുടെ ഏതാണ്? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. ക്ലിയർ ആയാലോ? കുറേ കുട്ടികളൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറെ എന്താണ് കറണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് വേറെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ ഓഫ് മോഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എ കണ്ടക്ടർ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പിന്നെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് റൈറ്റ് ഹാൻഡ് റൂൾ കേട്ടോ. ഫ്ലെമിങ് റൈറ്റ് ഹാൻഡ് റൂൾ എന്നല്ല, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് കേട്ടോ. ഇത് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് കേട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു പോർഷനാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കല്, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നോട്ട്സുകളൊക്കെ ടെലിഗ്രാമിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടെലിഗ്രാമും നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്കുള്ളതിൻ്റെ ലെറ്റസസ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ലെറ്റസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്